സ്വർണത്തിന് വില കൂടി വരികയാണല്ലേ. അപ്പോൾ 7000 8000 ഉള്ള കാലത്ത് വിറ്റവരൊക്കെ ഇപ്പോൾ പഠിച്ചവനെ അന്നൊക്കെ എന്തിനാണ് വിറ്റത്, അത് വെച്ചിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു. അന്നത് വലിയ സംഖ്യയാണ്. വെറുതെ ആലോചിച്ച് തല പുണ്ണാക്കരുത്. ഇനിയിപ്പോൾ ഇത് 1,20,000 വരെ പോകുന്നതാണ് പറയണത്. അപ്പോൾ 75,000 ഉള്ളപ്പോൾ കുറച്ച് വാങ്ങി വെക്കാമായിരുന്നു വെറുതെ പറയണ്ട. ഇപ്പോൾ അത്രയൊക്കെ ആയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലേക്ക് യോജിച്ച വിലയായിരിക്കും അന്നത്തേത്. പഴയ കാലത്തെ ഭൂമിൻ്റെ വിലയാണോ ഇപ്പോഴത്തെ വില? അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കരുത്. അതൊക്കെ അതിൻ്റെ കാലത്തിനനുസരിച്ച് മനുഷ്യന്മാരുടെ മൈൻഡ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. 20 കൊല്ലം മുമ്പുള്ള മനുഷ്യന്മാരാണോ നമ്മൾ? മാറ്റങ്ങളുണ്ടായില്ലേ എന്ന പോലെ സാധനങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുക. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫുറാത്തിലെ യൂഫ്രട്ടീസിലെ സ്വർണം കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്ത് വലിയ ഇൻഫ്ലേഷൻ വരും. കാശ് മനുഷ്യന്മാർക്ക് വേണ്ട, സ്വർണം കൊടുത്താൽ വേണ്ട എന്ന് പറയുന്ന അവസ്ഥ വരുന്ന അങ്ങനത്തെ ഒരു കാലം വരുന്നു. അത്രയ്ക്കും അബൻഡൻസ്. കാരണം ഇതിന് വില കൂടാൻ കാരണം ഇത് കിട്ടൽ വളരെ റയറാണ്. റയർ സാധനങ്ങൾക്ക് വില കൂടും. സുലഭമായി ഇരുമ്പ് കുഴിച്ചെടുക്കണ പോലെ കുഴിച്ചെടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വില ഉണ്ടാവില്ല, മാർക്കറ്റ് ഇടിഞ്ഞു പോകും. അങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും ലോകത്ത് 100 ദീനാർ അല്ലെങ്കിൽ 100 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താൽ ദേഷ്യപ്പെടുന്ന അവസ്ഥ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മനുഷ്യൻ എറിഞ്ഞു കൊടുക്കുമെന്നാണ്. അങ്ങനത്തെ ഒരു കാലം വരുമെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.